ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിന് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവിയും നവ്യയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നവ്യ ഇങ്ങനെ പറയുകയാണ്, അതെ നീ ഓഫീസിലേക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം പറയണം, പിന്നെ നിനക്ക് 1-ാം തീയതി മുതൽ ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ പോയി പറയണമെന്നും പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഭിയാണെങ്കിൽ പേടിച്ച് വരച്ചൊരവസ്ഥ നിൽക്കുകയാണ്. നവ്യയെ ഞാൻ തന്നെ പറയണോ നവ്യയെ? പക്ഷേ ഇത് എന്താണ് അമ്മായി എതിർത്താലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കോ, നിന്റെ അമ്മായി എതിർത്താലേ അമ്മായിയുടെ വാക്കൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ എൻ്റെ വാക്ക് കേട്ടാൽ മതി. ജൂലിയാറെ നിനക്ക് മാനേജറായി കിട്ടിയതിൽ അവർക്ക് ചിലപ്പോൾ അസൂയയും കുശുമ്പൊക്കെ ഉണ്ടാകും. അതൊന്നും നീ കാര്യമാക്കാൻ നിൽക്കണ്ട. നീ അവിടെ ചെന്ന് പറയാ, എനിക്ക് ഏഞ്ചലറിൽ ജോലി കിട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുമെന്ന് അത്രയും മാത്രം പറഞ്ഞാൽ മതി. അല്ല, ഞാനങ്ങനെ പറയുമ്പോഴേ അമ്മായി എതിർത്താൽ എന്ത് ചെയ്യും? അമ്മായി എതിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മായിയോട് പോകാൻ പറ, അല്ലാതെ അമ്മായിയുടെ വാക്കും കേട്ട് നിൽക്കരുത്. അതെ നവ്യേ, എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നുന്നു. നാണമില്ലേടാ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ഭയോ? നീ ആരെയാ പേടിക്കുന്നത്? നീ എന്തിനു വേണ്ടി പേടിക്കുന്നു? നിനക്കിവിടെ എല്ലാവരെയും പേടിയാണല്ലോ. നീ ഇങ്ങനെ പേടിച്ച് കഴിയേണ്ട യാതൊരു കാര്യമില്ല ഹബി. എന്നാലും നവ്യേ, ഞാനങ്ങോട്ട് പറയാൻ പോകുമ്പോഴേ നീ എൻ്റെ കൂടെ തന്നെ വന്നേ. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നീ എന്നെ സപ്പോർട്ട് ചെയ്ത് അവിടെ നിന്നാൽ മതി. അല്ലെങ്കിലേ ചിലപ്പോൾ ഈ പോക്ക് മുടങ്ങും. ആഹാ, അത് ശരി, നാണമില്ലല്ലോ നിനക്ക്. അല്ല, അങ്ങനെ ഒരു പോകണ്ടെന്ന് പറഞ്ഞാലോ? അല്ല, അവരങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ജോലിക്ക് കയറണ്ട നവ്യേ. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഓ, ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു ജോലി തന്നെ സമ്പാദിച്ചത്. പിന്നെ ഒരു കാര്യമുണ്ട്, നീ അനന്തപുരിയിലെ കൊച്ചുമോനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവർ നിനക്ക് ഇത്രയും വലിയൊരു പോസ്റ്റിൽ ജോലി തന്നിരിക്കുന്നത്. അപ്പോൾ നീ അതെല്ലാം തട്ടിത്തെറിപ്പിക്കാനാണോ നോക്കുന്നത്? പിന്നെ ഞാൻ അവിടെ മോഡലായിട്ട് കയറിയിട്ടുണ്ട്. ഞാൻ റെക്കമെൻഡേഷൻ ചെയ്ത് നിനക്ക് വേണ്ടി. എന്നിട്ട് പോലും നീ എന്തിനാണ് മറ്റുള്ളവരെ പേടിക്കുന്നത് അബി? നീ ഇങ്ങോട്ട് വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞേ. അയ്യോ നവ്യേ, സത്യം പറയാലോ, എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. നീ ടെൻഷൻ അടിക്കേണ്ടെന്നേ, ഞാൻ നിനക്ക് സപ്പോർട്ടായിട്ട് തന്നെയുണ്ട്. എന്നാൽ പിന്നെ ഓക്കെ, നീയും കൂടി പറയുകയാണെങ്കിൽ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. ഇവനെയൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോവാണ്. ഈ സമയം തന്നെ നമ്മുടെ ദേവയാനിയും അതേപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പം മുത്തശ്ശൻ പറയാണ്, ദേവയാനി എന്ത് ചെയ്യാനാണ്, ഞാൻ അനിയോട് പല പ്രാവശ്യം പറഞ്ഞു നോക്കി, നീ ആദർശിനെ സഹായം തേടരുതെന്ന്. പക്ഷേ അനിയാണെങ്കിൽ ആദർശിനെ സഹായം തേടാതെ ഒരു പരിപാടിയില്ല. ചേട്ടനനിയനും അല്ലേ ആ ഒരു ആത്മബന്ധം, അല്ലാതെ നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇങ്ങനെ സംസാരിക്കുമ്പോഴും നമ്മുടെ ദേവയാനിക്ക് ഭയങ്കര സങ്കടം തോന്നിയ മുത്തശ്ശൻ്റെ ഈ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും. കാരണം അപ്പോഴും ആദർശിനെ അവിടെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുത്തശ്ശൻ. അപ്പോഴാണ് നവ്യയും അഭിയും കൂടി വരുന്നത്. അപ്പോൾ മുത്തശ്ശനെ കാണാൻ വേണ്ടിയാണ് വന്നത്. റൂമിലേക്ക് പോയി നോക്കിയായിരുന്നു, അപ്പം മുത്തശ്ശനെ കണ്ടില്ല. ആഹാ, എന്നെ കണ്ടില്ലേ? ഇപ്പം കണ്ടല്ലോ, എന്താ പറയാനുള്ളത്? അത് മുത്തശ്ശ, അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ, എന്താണ് പറയാനുള്ളത്? ഞാനിപ്പോൾ ഇവിടെ തന്നെയല്ലേ നിൽക്കുന്നത്, അതുകൊണ്ട് നിനക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞോ മോളെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ മുത്തശ്ശ, അബിക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. ജോലി കിട്ടിയിട്ടുണ്ടോ? ഇവനിപ്പോൾ ഓൾറെഡി ജോലി ഉണ്ടല്ലോ ഇവിടെ എന്ന് പറഞ്ഞപ്പോഴേക്കും, ഓ അതറിയാം മുത്തശ്ശ, അതിവിടെ വീട്ടുജോലിയല്ലേ. വീട്ടുജോലിയാണോ അവൻ്റെ ജോലി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ, അതൊരു നല്ല ജോലിയല്ലേ നവ്യേ പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശ, നിങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെ തോന്നും നല്ല ജോലിയാണെന്ന്. പക്ഷേ ഇപ്പോൾ അവന് ജോലി കിട്ടിയിരിക്കുന്നത് ഏഞ്ചുലറിൽ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട്, അതിൻ്റെ മാനേജറായിട്ട് എന്നും പറയുകയാണ്. ഇത് കേട്ട മുത്തശ്ശൻ അന്തം വിട്ടേക്ക് നോക്കി നിൽക്കുകയാണ്. ഏഞ്ചുലറിലെ പുതിയ ബ്രാഞ്ചിൽ ഇവൻ മാനേജറായിട്ടോ? മോളെ, നീ ഉള്ള കാര്യമാണോ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അതേ മുത്തശ്ശ, ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് 1-ാം തീയതി മുതൽ ഇവനോട് ജോയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരോടും കൂടി തന്നെ അനുവാദം ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വന്നതെന്നും പറയാം. ഇത് കേട്ട ദേവയാനിയാണെങ്കിൽ പറ്റില്ല, അവനെന്തിനാ ഇപ്പം ഏഞ്ചുലറിൽ ജോലിക്ക് വേണ്ടി പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്താ അവൻ ജോലിക്ക് പോയാൽ ഇവിടെ അടുക്കള ജോലിയും ചെയ്ത് നിൽക്കണമെന്നാണോ നിങ്ങളൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശനാണെങ്കിൽ അതിൻ്റെ കാര്യമുണ്ടോ നവ്യ? അതിൻ്റെ കാര്യമുണ്ട് മുത്തശ്ശ. നിങ്ങളെല്ലാവരും ഇവനെ ഒരു പട്ടിയെ പോലെയാണ് നോക്കി നിൽക്കുന്നത്. പക്ഷേ ഇവൻ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ്, അതുകൊണ്ട് ഇവനൊരു നല്ല ജോലി വേണം. ഓ, അത് ശരിയാ, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനൊക്കെ തന്നെയാണ് എന്ന് വിചാരിച്ച് ഇവന് നല്ല ജോലി വേണമെന്ന് നിനക്ക് നിർബന്ധമാണ്? അതെ, എനിക്ക് നിർബന്ധമാണ്. ഇനി ഇതിൻ്റെ പേരിൽ ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനാണെങ്കിൽ ആയിക്കോട്ടെ, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കോളാം. അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ അവിടുത്തെ മോഡലാണല്ലോ. അപ്പോൾ പിന്നെ
എന്താണ് കുഴപ്പം എന്നൊക്കെ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, മോളെ നീ അവിടുത്തെ മോഡലൊക്കെ തന്നെയാണ്, പക്ഷേ എൻ ജ്വല്ലറി ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ നേരത്ത് അതിലെ ഇവ മാനേജറാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആ ഇത് പൂട്ടിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. അവൻ അവിടെ വിജയിക്കോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എൻ്റെ മുത്തശ്ശ, ഈ മോഡൽ എന്നുള്ളൊരു രീതി എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ മോഡലായിട്ട് കയറിയിട്ട് വിജയിച്ചില്ലേ? അതേപോലെ തന്നെ അഭിയും അവിടെ വിജയിച്ചോളും. അതിൽ മുത്തശ്ശനെ എതിർത്തൊന്നും പറയാതിരുന്നാൽ മാത്രം മതി എന്നൊക്കെ പറയാണ്. ഇത് കേട്ട നമ്മുടെ ദേവയാനി കാലി തുള്ളിയിട്ട് പറയാണ്, ഇല്ല, ഇവൻ പോകില്ലെന്ന് പറഞ്ഞാൽ പോകില്ല, ഇവൻ എൻ ജ്വല്ലറി ജോലിക്ക് കയറാൻ പാടില്ല എന്നിങ്ങനെ കടുത്ത തീരുമാനം അറിയിക്കുകയാണ്. ഇത് കിട്ടിയപ്പോഴേക്ക് അമ്മായി എന്തിനാ കിടന്ന് തുള്ളുന്നത്? ഇത് എൻ്റെ ഭർത്താവിൻ്റെ കാര്യമല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിന്ന് ഞങ്ങൾക്ക് പുറത്ത് പോകണമെങ്കിൽ ഞങ്ങൾ പുറത്ത് പോയിക്കൊള്ളാന്ന്, അല്ലാതെ അമ്മായി ഇതിൽ കയറി ഇടപെടണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ കിടന്ന് വാശി പിടിക്കുക. ഇത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോവാണ്. അപ്പോഴേക്കും മുത്തശ്ശനാണെങ്കിൽ, മോളെ നവ്യേ, നീ പറഞ്ഞതിലും കാര്യമുണ്ട്, നീ പറഞ്ഞതും സത്യം തന്നെയാണ്. ഏതായാലും വിഷു വരെ നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വിഷു വരെ നോക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനു മുമ്പ് തന്നെ ആ കമ്പനി പൊട്ടി പാളീസാകും. അതേപോലുള്ള പ്രവൃത്തികളാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിന്റെ അഭിക്ക് അവിടെ കയറി വലിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചാലോ? ശരി, ഇവൻ ആ ജോലിക്ക് കയറട്ടെ, ഞങ്ങൾക്ക് ആർക്കും യാതൊരു പ്രശ്നവുമില്ല. അച്ഛാ, അത് പിന്നെ അച്ഛാ വേണം, അതൊന്നും കുഴപ്പമില്ല ദേവയാനി, അവർ ജോലിക്ക് കയറിക്കോട്ടെ. അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇങ്ങനെ എൻ ജ്വല്ലറി അവനെ മാനേജറായിട്ട് നിയമിക്കുന്നു എങ്കിൽ ഇതിൽ എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കാരണം മൂർത്തീസ് കമ്പനി പുറത്താക്കിയതാണ് ഇവനെ. അപ്പോൾ ഇവനെ എൻ ജ്വല്ലറി മാനേജറാക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിലെന്തൊക്കെയോ ഗൂഢാലോചനയുണ്ട് എന്നൊക്കെ മുത്തശ്ശൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ വീണ്ടും നവ്യയോട് പറയുകയാണ്, നവ്യെ, നീ ധൈര്യമായിട്ട് നിന്റെ ഭർത്താവിന് ജോലി വാങ്ങിക്കൊടുത്തോ, അവനിവിടെ കിടന്ന് ഇറങ്ങേണ്ട ആളല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ എന്നൊക്കെ പറയാണ്. താങ്ക് യു മുത്തശ്ശ. ശരി, താങ്ക് യു ഒക്കെ കൊള്ളാം, പക്ഷെ നന്ദികേട് കാണിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കും ദേവേനയാണെങ്കിൽ, എന്തിനാ അച്ഛാ അവന് അവിടെ കയറാൻ പാടില്ലായിരുന്നു, അവൻ എന്തിനാണ് അവിടെ കയറാനായിട്ട് അനുവാദം കൊടുത്തത്? അതൊന്നും കുഴപ്പമില്ല, ഇതിലെന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഈ മുത്തശ്ശനും പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയും അതേപോലെ തന്നെ നയനയാണ്. അപ്പോൾ നയന വന്ന് ആദർശിന് ചായയൊക്കെ കൊടുക്കുക. ആ സമയത്ത് ആദർശ് പറയാണ്, ഇപ്പോൾ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് നയനെ. എന്ത് സംഭവം ആദർശേട്ടാ? നമ്മളറിഞ്ഞ കാര്യം തന്നെയാണ്, അത് വേറൊന്നുമല്ല, ഈ അബിയില്ലേ, അബി അവിടുത്തെ എൻ ജ്വല്ലറിയിൽ മാനേജറായിട്ട് കയറാൻ പോകുന്നു എന്ന്. അത് വെറുതെ അല്ല, പുതിയ ബ്രാഞ്ചിൻ്റെ മാനേജറായിട്ട്. എനിക്കിതിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ അതിനെ. എന്തുകൊണ്ടാണ് ഈ എൻ ജ്വല്ലറിയിൽ പുതിയ ബ്രാഞ്ചിൽ ഇവനെ പോലൊരുത്തനെ മാനേജറായിട്ട് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇപ്പം മുത്തശ്ശൻ്റെ മനസ്സിൽ ഉള്ളതുപോലെ തന്നെ എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഇവർക്ക് എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? ഇവർക്ക് വേറൊരു ഗൂഢാലോചനയല്ല. കാരണം ഇവർക്ക് നന്നായിട്ട് അറിയാം, മൂർത്തീസ് കമ്പനിയിൽ നിന്ന് എല്ലാത്തിൽ നിന്നും പുറത്താക്കിയതാണ് ഇവനെയെന്ന്. ഇവനെ പോലൊരു സ്റ്റാഫിനെ ഒരു ആൾക്കാരും എടുക്കില്ല, ഒരു ജ്വല്ലറിക്കാരും എടുക്കില്ല, ഒരു സ്റ്റാഫായിട്ട് പോലും എടുക്കാനുള്ള യോഗ്യത അഭിക്കില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഒരു മാനേജറായിട്ട് ഇവനെ നിശ്ചയിച്ചിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു എന്നൊക്കെ പറയാണ്. ശരിയായിരിക്കും, ചിലപ്പോൾ നമ്മളെ മാനസികമായിട്ട് തകർക്കാനാണെങ്കിലോ? മാനസികമായിട്ട് തകർക്കാനല്ല, അവനെ അവിടെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ അവൻ കുടുംബത്തിലുള്ള ആളാണെന്നറിയാം. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നും അവർക്കറിയാം. അപ്പോൾ നമ്മുടെ കുടുംബത്തെ തകർക്കാനും മുൻ വൈരാഗ്യമുള്ള ആരോ ആണ് ഇതിൽ കളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള പരിപാടിയുമായിട്ട് ഇവർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇനി ഏതായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന്. ഇതങ്ങനെ വെറുതെ വിടാനായിട്ട് പറ്റില്ലല്ലോ നയന എന്ന് പറയാണ്. അതേ ആദർശേട്ടാ, ഇവരുടെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാ ഇവരിങ്ങനെ ഒരു തീരുമാനം എടുത്ത് മുന്നിട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും, അതെ, എവിടം വരെയും പോകുമെന്നൊന്ന് നമുക്കും അറിയണമല്ലോ. കാരണം അഭിയെ പോലെ ഒരുത്തനെ അവിടുത്തെ മാനേജറായിട്ട് ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം താമസിയാതെ കമ്പനി അടച്ചു പൂട്ടും. അതായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്, നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് നയന അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ ആദർശ് പല കാര്യങ്ങളിങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇതിനെയാണ്,
ഈ നയനയുടെ അച്ഛനും അമ്മയെ. അപ്പോൾ ഈ നയനയുടെ അച്ഛൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. ദേ, നീ വല്ല കാര്യങ്ങളും വല്ല അറിഞ്ഞായിരുന്നോ? എന്ത് കാര്യങ്ങളെല്ലാം? അല്ല, ആ അഭിയില്ലേ, എന്നെ മോളാ വിളിച്ചത്. നിന്നോട് മാത്രമേ മോൾക്ക് പിണക്കമുള്ളൂ, എന്നോട് പിണക്കമൊന്നുമില്ല. അതുകൊണ്ട് നവ്യെ വിളിച്ചിട്ട് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ അഭിയെ ജ്വല്ലറിയിൽ മാനേജറായിട്ട് തിരഞ്ഞെടുത്തു എന്ന്. അതും പുതിയ ബ്രാഞ്ചിന്റെ മാനേജറായിട്ടാണ് അവനെ തിരഞ്ഞെടുത്തത് എന്നൊക്കെയാ പറയുന്നത്. എന്ത് കണ്ടിട്ടാണ് ഇവനെ പോലെ ഒരുത്തനെ അവിടുത്തെ മാനേജറായിട്ട് തിരഞ്ഞെടുത്തതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എൻ്റെ കനകം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇതെന്തോ ഒരു തട്ടിപ്പുണ്ടല്ലോ എൻ്റെ ഏട്ടാ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതെ, എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാ. പക്ഷേ അവൻ്റെ അഹങ്കാരം എനിക്ക് ഒട്ടും താങ്ങാനായിട്ട് പറ്റുന്നില്ല വേണുട്ടാ. കാരണം അവൻ്റെ അഹങ്കാരം എനിക്ക് താഴ്ത്തണം. എനിക്ക് അവനോട് 2 വാക്ക് സംസാരിക്കാനുണ്ട്. അവനോട് ഈ ജോലിക്ക് പോകരുതെന്ന് പറയണം. നമ്മൾ പറഞ്ഞ കേക്കോ കരകം എന്ന് പറഞ്ഞപ്പോഴേക്കും കേൾക്കണം. കേട്ടില്ലെങ്കിലേ അവനെ ഞാൻ കേൾപ്പിക്കും. കാരണം ഈ മൂർത്തി മുത്തശ്ശനെ തകർത്തുകൊണ്ട് അവന് ഒരു ജോലിക്കും പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ചെയ്ത സഹായമൊന്നും മറക്കാനായിട്ട് പറ്റില്ല. അവൻ അവിടെ ജോലിയുണ്ടോ കൂലിയുണ്ടോ ഒന്നുമില്ല. എന്നിട്ട് പോലും അവർക്ക് 2 പേർക്കും കഴിയാനുള്ള പൈസയൊക്കെ അവിടെ മൂർത്തി സാറ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലും അവരോടൊരു നന്ദി പോലും കാണിക്കാതെ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു വേണു കേട്ടാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ താമസിക്കുന്ന വീട് വരെ ഇപ്പോഴും നമ്മളുടെ പേരിലാണ് ആദർശമോൻ എഴുതി തന്നിരിക്കുന്നത്. അതും അവരുടെ ഔദാര്യമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ അവരുടെ ഔദാര്യത്തിൽ താമസിക്കുമ്പോൾ അവരോട് ഒരു ചതി ചെയ്യാനായിട്ട് പാടുണ്ടോ വേണോട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നെ എന്ത് ചെയ്യാനാണ്, അവരെ തിരുത്താനൊന്നും നമുക്ക് കഴിയില്ലല്ലോ. തിരുത്തും ഞാൻ. അങ്ങനെ കൂടുതൽ അഹങ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവനോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. അവനോട് സംസാരിച്ചു കഴിഞ്ഞ് അവനിതിൽ എന്തെങ്കിലും എതിർപ്പ് പറയുകയാണെങ്കിൽ പിന്നെ അവൻ്റെ ജീവിതം കട്ടപ്പുകയാണ്. അവൻ എന്നോട് എതിർത്ത് പറയില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ അവൻ അനുസരിച്ചേ മതിയാവുള്ളൂ എന്നിങ്ങനെ കനകം പറയാ. അങ്ങനെ കനകിങ്ങനെ പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ അഭിയും അതേപോലെ തന്നെ ജലജയും കൂടി സംസാരിക്കുകയാണ്. അമ്മ, ഇവർക്കൊക്കെ ഇത് എന്തിൻ്റെ കണ്ടായിട്ടാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഏതായാലും നവ്യ ഇടപെട്ടത് കൊണ്ട് എനിക്കിപ്പോൾ 1-ാം തീയതി മുതൽ ജ്വല്ലറിയിലെ മാനേജറായിട്ട് കയറാമല്ലോ. മോനെ അവരോടൊക്കെ പോകാൻ പറ. നീ ഇപ്പോൾ ഉയർന്ന് വലിയ നിലയിലാകുമ്പോൾ അവർക്ക് കുശുമ്പ് കുന്നായ്മയൊക്കെ കൂടും. ഇപ്പോൾ മൂർത്തീസ് കമ്പനി തകർന്ന് തരിപ്പണമായി താഴേക്ക് പോയിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതെല്ലാം ഇതിനപ്പുറം അവർ പറഞ്ഞു കൂട്ടും. അതൊന്നും നീ കാര്യമാക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നയനയുടെ അമ്മയുടെ കോള് വരുന്നത്. ദൈവമേ, എൻ്റെ അമ്മായിയമ്മയാണല്ലോ വിളിക്കുന്നത് അമ്മ എന്ന് പറയണം. ഇവരെന്തിനാ ഇപ്പം ഈ സമയത്ത് ഫോൺ വിളിക്കുന്നത് തന്നെ? അപ്പോൾ ജലജയ്ക്ക് പേടിയാണതേ. നീ പെട്ടെന്ന് ഫോൺ എടുത്തില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് എഴുന്നള്ളി വരും. പിന്നെ അതിലേറെ പ്രശ്നം. അതുകൊണ്ട് നീ ഫോൺ എടുക്കാൻ നോക്ക് എൻ്റെ അഭിയെ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഫോൺ എടുക്കണം. ഹലോ അമ്മേ. എന്താ അമ്മേ? എന്താടാ നീ എന്താ എന്നെ വിളിച്ചത്? അമ്മേന്നോ? നീ എന്നെ അമ്മേന്ന് വിളിക്കേണ്ട യാതൊരു കാര്യമില്ല. നിനക്ക് എന്നെ അമ്മേന്ന് വിളിക്കാനുള്ള ഒരു യോഗ്യത ഇല്ലടാ എന്നൊക്കെ പറയാം. അല്ല, എന്താണാവോ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, നീ ജ്വല്ലറിയിൽ മാനേജറായിട്ട് 1-ാം തീയതി മുതൽ കയറാൻ പോകുന്നതെന്ന് കേട്ടല്ലോ. ഇത് കഴിഞ്ഞപ്പോഴേക്കും അതെ, എനിക്ക് ജ്വല്ലറിയിൽ ജോലി കിട്ടി. പിന്നെ ഇതെല്ലാം നവ്യയുടെ റെക്കമെൻഡേഷൻ ആണേ. ഓഹോ, അത് ശരി. എങ്കിലേ ഞാനൊരു കാര്യം പറയുന്നു, കേക്കങ്ങോട്ട്. നീ ജ്വല്ലറിയിൽ ജോലിക്ക് പോകാൻ പാടില്ല. അയ്യോ അമ്മ, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? എനിക്ക് നല്ലൊരു ഓഫറാണ് കിട്ടിയിരിക്കുന്നത്. ജോലിയും കൂലിയും ഇല്ലാതെ ഞാനിവിടെ നിൽക്കുകയല്ലേ. അതുകൊണ്ട് എനിക്ക് ആ ജോലിക്ക് പോയേ മതിയാവുള്ളൂ. ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ കഴിയില്ലേ? നിനക്കിവിടെ അവിടെ 1-ാം തരം ജോലി ഉണ്ടല്ലോ, അടുക്കള ജോലി. അതങ്ങാട് ചെയ്ത് ജീവിച്ചാൽ മതി. അല്ലാതെ നീ മൂർത്തീസെ കമ്പനിയെ തകർത്തുകൊണ്ട് അവിടുത്തെ ശത്രുക്കളുടെ മുന്നിലേക്ക് നീ പോകരുത്. അവരുടെ കൂടുതൽ ജോലിക്ക് വേണ്ടി നീ പോകരുതെന്ന് പറയണം. അയ്യോ അമ്മ, അങ്ങനെയൊന്നും പറയരുത് അമ്മേ. ദേ, എനിക്ക് നല്ലൊരു ഓഫർ കിട്ടിയിരിക്കുകയാണ്, എന്നെ പോകാൻ അനുവദിക്കണം. അപ്പം നീ ഞാൻ പറയുന്നത് കേൾക്കില്ല അല്ലേ? എങ്കിലേ നീ ഒരു കാര്യം കേട്ടോ. ഞാൻ പറയുന്നത് ധിക്കരിച്ച് നീ അവിടെ ജ്വല്ലറിയിൽ ജോലിക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ മോനെ, നിന്റെ ജീവിതം കട്ടാ പോകാം. പിന്നെ നവ്യയോട് ഞാൻ സത്യങ്ങൾ മുഴുവനും തുറന്നു പറയും. അങ്ങനെ നവ്യ അതെല്ലാം അറിഞ്ഞു കഴിയാൻ നേരത്ത് നവ്യ തന്നെ നിന്നെ അടിച്ച് പുറത്താക്കും. പിന്നെ നിനക്ക് അവിടെ സ്ഥാനമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നവ്യ നോക്കുമ്പോൾ ഇതെല്ലാം തർക്കിച്ചുകൊണ്ടിരിക്കുക. അപ്പം നവ്യ പെട്ടെന്ന് ഫോൺ മേടിച്ചിട്ട് ഹലോ, എന്താ വേണ്ടത്? ഞാൻ നവ്യാണ്. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ദേ നവ്യേ, അവൻ അവിടെ ജോലിക്ക് പോകാൻ പാടില്ല.
അങ്ങനെ ജോലിക്ക് പോയി ഞാൻ സമ്മതിക്കില്ല. അവൻ അവിടെ ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും എനിക്ക് പറയേണ്ടി വരുമെന്ന് പറയുകയാണ്. നിങ്ങൾ എന്താ പറയാനായിട്ട് പോകുന്നത്? നിങ്ങൾ എന്താ ബന്ധം ഉപേക്ഷിക്കോ? അങ്ങനെയാണെങ്കിൽ അമ്മയെന്നുള്ളൊരു ബന്ധം എനിക്ക് വേണ്ട എങ്കിലോ എന്ന് നവ്യ മുഖത്തടിച്ച് ചോദിക്കുകയാണ്. അപ്പോഴേക്കും കനകം വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.